ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഒഡീഷ FC-യെയാണ് നേരിടുന്നത്. വരുന്ന തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 താരങ്ങൾക്ക് ഈ മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല, സസ്പെൻഷനാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഡ്രിൻസിച്ചിനും ഐബനും റെഡ് കാർഡുകൾ വഴങ്ങേണ്ടി വന്നിരുന്നു. ഈ 2 താരങ്ങൾക്കും മത്സരം നഷ്ടമാകും. കൂടാതെ യെല്ലോ കാർഡ് കണ്ട ഡാനിഷ് ഫറൂഖിനും ഈ ഒരു ഒഡീഷയ്ക്കെതിരെ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ സസ്പെൻഷൻ മൂലം പുറത്തിരുന്ന ഹോർമിപ്പാം റൂയിവ ഇപ്പോൾ തിരിച്ചെത്തുന്നു എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ 3 താരങ്ങൾ ഈ മത്സരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡ്രിയാൻ ലൂണ, അദ്ദേഹം 3 യെല്ലോ കാർഡുകൾ വഴങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നവോച്ച സിംഗ്, ഫ്രെഡി എന്നിവരും 3 വീതം യെല്ലോ കാർഡുകൾ വഴങ്ങിയിട്ടുണ്ട്. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഈ 3 താരങ്ങളിൽ ആർക്കെങ്കിലും യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും. അതായത് 4 യെല്ലോ കാർഡുകൾ പൂർത്തിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾ സൂക്ഷിക്കണം എന്നർത്ഥം. ഇനി ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ 3 താരങ്ങളിൽ ആരെങ്കിലും യെല്ലോ കാർഡ് വഴങ്ങിയാൽ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ അവരെ ലഭ്യമാവില്ല. 3 താരങ്ങളും പ്രധാനപ്പെട്ടവരാണ്. ലൂണയും നവോച്ചയും ഫ്രെഡിയും ഒക്കെ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഒഡീഷയുടെ കാര്യത്തിലേക്ക് വന്നാൽ അടുത്ത മത്സരത്തിൽ അവർക്ക് 2 സൂപ്പർ താരങ്ങളെ ലഭ്യമാവില്ല. ഹ്യൂഗോ ഗോമസ്, പൂട്ടിയ എന്നിവരായിരിക്കും കളിക്കളത്തിന് പുറത്തിരിക്കുക. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. 15 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് 17 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇപ്പോൾ 9ാം സ്ഥാനത്ത് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.